ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പച്ചപ്പയറും ക്യാരറ്റും കൂടി വെച്ച് അടിപൊളി ടേസ്റ്റിലുള്ളൊരു മെഴുക്ക് പുരട്ടി റെഡിയാക്കാം. നമ്മൾ സാധാരണ ക്യാരറ്റും പച്ചപ്പയറും എല്ലാം വെച്ച് മെഴുക്ക് പുരട്ടി റെഡിയാക്കാറുണ്ട്. ഞാനിന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി രുചിയോടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാംസ് പച്ചപ്പയർ എടുത്ത് നന്നായി വാഷ് ചെയ്ത ശേഷം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റും നന്നായി വാഷ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇത് രണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം, അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇതിലോട്ട് 10ഓളം ചുവന്നുള്ളി ചതച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. 12ഓളം വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടിനി ഒരു സവാള ചോപ്പ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് സവാളയ്ക്ക് പകരം ഫുള്ളായിട്ട് ചുവന്നുള്ളി വേണമെങ്കിലും എടുക്കാം. സവാള ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഈ സമയം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പയർ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായി തന്നെ വെജിറ്റബിൾസിലൊന്ന് പിടിച്ചു വരാനാണ്. ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വേപ്പില കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും ക്യാരറ്റും പയറും എല്ലാം കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ക്യാരറ്റും പയറും എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിരുന്നില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ആവിയിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കുക്ക് ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ട് ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു 7ഓളം ചെമ്മീൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി ഇതിലൊന്ന് പിടിച്ചു വന്ന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു 2 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ചെമ്മീനും വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പച്ചപ്പയറും ക്യാരറ്റും ചെമ്മീനും കൂടിയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ കറിയോ ചെമ്മീൻ ഫ്രൈയോ എല്ലാം ഉണ്ടാക്കുന്ന ദിവസം അതിൽ നിന്ന് കുറച്ച് ചെമ്മീനൊന്ന് മാറ്റി വെച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് ക്യാരറ്റും പച്ചപ്പയറും മാത്രമല്ല വേറെ ഏത് വെജിറ്റബിൾസിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.